29 വയസ്സുള്ളൂ. ഇവർക്ക് പീരിയഡ്സ് ഓൺലി വിത്ത് മെഡിസിൻ. അതായത് അവർക്ക് ഗുളിക കഴിക്കാതെ പീരിയഡ്സ് ആവുകയില്ല. ഒരു 10 കൊല്ലമായിട്ട്. അപ്പോൾ 1 കൊല്ലം വെയിറ്റ് ചെയ്താലും പീരിയഡ് ആവില്ല. അപ്പോൾ PCOSൻ്റെ അങ്ങേയറ്റം സിവിയർ കേസുകളാണിത്. അവർക്ക് ജനറലി സിംറ്റംസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർ ഒബീസ്, ഡാർക്കനിങ്, ആക്നെ, വോയിസ് ചേഞ്ച്, ഹെയർ, സിവിയർ ആങ്സൈറ്റി, സൈക്കാട്രിക് സിംറ്റംസ്, സൂയിസൈഡൽ ടെൻഡൻസി. ഇവർക്ക് 130 കിലോ. ഇവരെനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി. കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയാണെന്ന് നമുക്ക് സംശയം വരും. ശരിക്കും പുരുഷൻ്റെ രൂപമാണ്. നിറച്ച് ഹെയർ, ഇവരുടെ വോയിസ് ഡിഫറെൻറ്റാണ്, ഹെവി വെയ്റ്റും, പറഞ്ഞ പിഗ്മെൻറ്റേഷൻ. ഇവർ ഇച്ചിരി ഡാർക്ക്, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിറയെ പിഗ്മെൻറ്റേഷനും. പ്ലസ് അവർക്ക് ഭയങ്കര ഡിപ്രഷനും സോഷ്യൽ ഐസൊലേഷനും. കാരണം അവരുടെ ആ ശരീരത്തിൻ്റെ ഇതുകൊണ്ട് സോഷ്യലി അവർ ഐസൊലേറ്റഡാണ്. പീരീഡ് ഒരിക്കലും വരില്ല, മരുന്ന് കൊടുത്താൽ മാത്രമേ വരുള്ളൂ. ഇതൊക്കെ ഭയങ്കര കഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ ഫുഡിലൊക്കെ തീരെ കൺട്രോളില്ലാതെ, തീരെ മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത്രയും ഒരു സിവിയറിറ്റി. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ സൈക്കാട്രിക് സിംറ്റംസിൽ സൂയിസൈഡൽ ടെൻഡൻസി ++ എഴുതിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ കുറച്ച് കൗൺസിലിംഗ് ചെയ്തെങ്കിലും അവരതിൽ പിടിച്ച് നിന്നില്ല. പിന്നെ ഞങ്ങൾ അവരെ അഡ്വൈസ്ഡ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ ആസ് പേഷ്യൻ്റ് നോട്ട് വില്ലിംഗ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രോബ്ലം ഒത്തിരി കൂടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അവർ കോപ്പറേറ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അവരെ സൈക്കാട്രിക് എന്ന് വെച്ചാൽ സൂയിസൈഡൽ ഇതുണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. കാരണം അത് നമുക്ക് സേഫ്റ്റി ചെയ്ത്.